ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മട്ടൻ വരട്ടിയതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മീഡിയം സൈസിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതൊരു കപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു പച്ചമുളക്, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1/2 കപ്പോളം വെള്ളവും ചേർത്തിട്ട് നമുക്കത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. അങ്ങനെ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണോ വേവിച്ചെടുക്കുന്നത് അതുപോലെ വേവിച്ചെടുക്കുക. ചിലർ മൺചട്ടിയിലായിരിക്കും വേവിച്ചെടുക്കുക. മൺചട്ടിയിലാവുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ ഞാനിതാ മട്ടന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു 5-6 വിസിൽ കൊണ്ട് മട്ടന് വെന്തു കേട്ടോ. ചില മട്ടന് അങ്ങനെയാണ്, ചിലതിന് അതിനു വേണ്ടി 7-8 വിസിൽ വേണ്ടി വരും. അങ്ങനെ ഇതാ നമ്മുടെ മട്ടന് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കേട്ടോ, അത് കുഴപ്പമില്ല. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അത് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ കേട്ടോ. അത് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉള്ളിയും കറിവേപ്പിലയൊക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ മട്ടൻ ചേർത്ത് കൊടുക്കുക. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ അത് വറ്റാനായിട്ട് ഒന്ന് തുറന്ന് വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മട്ടനിലെ വെള്ളമൊക്കെ വറ്റി എണ്ണ ഒക്കെ നല്ലതുപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒട്ടും മുളക് പൊടി ചേർക്കുന്നില്ല, കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ മട്ടൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിലൊക്കെ ഇത് മാത്രം മതി കേട്ടോ കഴിക്കാനായിട്ട്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബായ്.